വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡ് ലൈൻ കറക്റ്റ് അല്ലാതെയാണ് നിങ്ങൾ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊരു ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്, ഒരേപോലെ കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ വിൻഡ് ലൈൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഈസി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് പൊതുവെ കണ്ണിന് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് ഉണ്ടെങ്കിലും ഈ വിൻഡ് ലൈൻ കറക്റ്റ് ആയി കൊടുത്താൽ കുറച്ചും കൂടി നമ്മളെ കണ്ണ് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. നിങ്ങൾ കണ്ണ് എഴുതുമ്പോൾ എന്തായാലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. അതിന്റെ മുന്നേ നമ്മൾ ചാനലിൽ എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ കറക്റ്റ് ഇതേപോലെ സൈഡിലേക്ക് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് കട്ടി വേണ്ട, കുറച്ചൊരു കട്ടിയിൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ചേർത്തി കൊണ്ടുവരും. അതായത് നമ്മളെ കണ്ണിനൊരു ഷേപ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ ചെയ്ത്. അത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ണിൽ നല്ലോണം ആ ഒരു സൈഡ് ഭാഗത്തേക്ക് നല്ലോണം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു ലൈൻ പോലെ ഉണ്ടാവും. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു വര കുറച്ച് മുകളിലേക്ക് കയറാം. അതായത് ഈ ഒരു പിരികത്തിന്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടേക്കും കൂടെ കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ഇങ്ങനെയല്ല. എന്നിട്ട് എന്ത് വെച്ചാൽ ഇവിടുന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു പകുതി ഭാഗത്തുനിന്ന് ചെറുതായിട്ട് എടുത്തിട്ട് ഇവിടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് കയറ്റിയിടുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഞാൻ ഇവിടെ മിറർ വെച്ചിട്ടുണ്ട്, അത് ഞാനിങ്ങനെ അടുത്ത് വെക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ പൊക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കൊടുക്കുക. അല്ലാന്നുണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈന് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുമേ. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഈ ഒരു ലൈനാണ് ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു ലൈന് പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ കണ്ണിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് ഒരു ലൈൻ ചെയ്യാം മുകളിലേക്ക്. അതായത് ഈ ഒരു പിരികത്തിൻ്റെ തട്ടിട്ട് ഇവിടേക്ക് ഒരു ലൈൻ കൊടുക്കുക. കറക്റ്റ് ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ പിരികവും നമ്മൾ ഈ കണ്ണും ഇങ്ങനെ കുറച്ച് ഒരു കുത്തനെ എന്നുള്ള വെള്ളേക്ക് ഒരു ലൈൻ കൊടുക്കാം. ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വിൻഡ് ലൈൻ കറക്റ്റ് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഈ രീതി ചെയ്താൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് എന്നിട്ട് ഇവിടെ ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ രീതിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ടും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ കിട്ടും. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ചെറിയ ഐലൈനർ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ വെച്ചാൽ നമുക്ക് ആ വലുതിന്റെ ആ ഒരു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേക്കിംഗ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വിറയ്ക്കുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൈ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതി. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എനിക്കിതിപ്പോൾ ഇങ്ങനെ പിടിക്കാൻ എനിക്ക് ഓൾറെഡി അറിയുന്നതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, ഒരു ബാലൻസിങ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ കൈ അങ്ങനെ തന്നെ വെക്കോളും. ഒരു ഷേക്കിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലൈൻ ചെയ്ത് ഇപ്പോൾ ഇതാണ്. അതേപോലെ കറക്റ്റ് നമ്മൾ ഈ ഒരു പിരികത്തിന്റെ ലൈനിനോട് ചേർത്തിട്ട് ഇവിടുന്ന് ഒരു ലൈൻ കൊടുക്കുക. അതേപോലെ ഇവിടുന്നും ഇതേപോലെ ലൈൻ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിൻഡ് ലൈൻ കറക്റ്റായിട്ട് കിട്ടും. അല്ലാണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ് ഇല്ലാത്ത ലെവലിലേക്കാവില്ല. എന്തായാലും നമ്മളെ കണ്ട് ചെറിയൊരു ബാലൻസിങ് കുറവ് ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് നിങ്ങൾക്ക് ഇതിലൂടെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴത്തും കൂടെ നല്ല ഇതാക്കേണ്ട ആളുകളാണ്, കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഈ വിൻഡ് ലൈനിന്റെ താഴെ ഇവിടെ കുറച്ചൊരു ചെറിയ സ്പേസ് ഉണ്ടാവും. അതൊന്ന് നമുക്ക് ഇവിടേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വാട്ടർ ലൈൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാറെങ്കിൽ ഇതിനെ കൊണ്ട് തന്നെ വേണ്ടി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് രണ്ട് കണ്ണും ഒരേപോലെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ട്രിക്കാണ്.